ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഗോവയിൽ ഇട്ടിരുന്ന ഡ്രസ്സ് കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എവിടെ നിന്നാണ് എടുത്തത്, എത്രയാണ് പ്രൈസ്, കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ ആ ഗോവൻ ട്രിപ്പിൽ ഇട്ടേക്കുന്ന എല്ലാ ഡ്രസ്സും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ്. ഒരു ഡ്രസ്സ് മാത്രം ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണ്. ബാക്കിയെല്ലാം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ച സ്ഥിതിക്ക് എന്നാലും ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്ലിപ്കാർട്ട് ഹോൾ വീഡിയോ ആണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഒരു 500 റേഞ്ച്, ഒരു ബിലോ 500 റേഞ്ച് ഒക്കെയുള്ള പ്രോഡക്റ്റ്സ് ആണ് എല്ലാതും വരുന്നത്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സാധനങ്ങൾ വാങ്ങിച്ചു നോക്കുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു സെറ്റാണ്. ഇത് കോട്ടൺ ആണ് നമുക്ക് മെറ്റീരിയൽ വരുന്നത്. നമുക്കൊരു 3 പീസ് സെറ്റായിട്ടാണ്, കണ്ടോ, 3 പീസ് സെറ്റായിട്ടാണ് വരുന്നത്. ഇതുപോലെ ഒരു ഷിമ്മി മോഡൽ വെയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് വൺ ഒരെണ്ണം, പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഓവർകോട്ട് പോലെ, ദെൻ പാൻറ്റ്, അങ്ങനെ ഒരു 3 പീസ് സെറ്റാണ് വരുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ 3 കളർ ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ എടുത്തേക്കുന്നത് ബ്ലൂ ആണ്, ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഇതിനകത്ത് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലും ബ്ലൂ, അതുപോലെ തന്നെ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ, അങ്ങനെ 3 ടൈപ്പിലും വരുന്നുണ്ട്. വെയർ ചെയ്യാനായിട്ട് നല്ല സുഖമുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. കോട്ടൺ ആണ് വരുന്നത്. വേറെ നമുക്ക് കളർ പോവുക കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് സ്വെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വയർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കളർ ഫെയ്ഡ് ആവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിനെ 498 സംതിങ് അങ്ങനെ എന്തോ ആയിരുന്നു, 500 ബിലോ ആയിരുന്നു. ഇപ്പോൾ അതിന് റേഞ്ച് കുറച്ച് കൂടിയിട്ടുണ്ട്. എനിവേസ് മണി വർത്ത് പ്രൊഡക്റ്റ് ആണ്, ധൈര്യസമേതം വാങ്ങിക്കാം. പിന്നെ വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കറക്റ്റ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സൈസ് അതിനനുസരിച്ചിട്ട് വാങ്ങിക്കാം കേട്ടോ. ഞാനിത് ഗോവൻ ട്രിപ്പിന് ഞാൻ പറഞ്ഞല്ലോ ഇടാനായിട്ട്, ഞാൻ കറക്റ്റ് ആ ഒരു ടൈമിൽ വാങ്ങിച്ച കാരണം ഞാൻ പിന്നെ എപ്പോഴും സൈസ് എടുക്കുമ്പോൾ ഒരു സൈസ് കൂട്ടിയിട്ടാണ് ഞാൻ എടുക്കുക. എന്തെങ്കിലും ഒരു ഓൾട്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റിട്ടേൺ കൊടുക്കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ ഇത് ഒരുപാട് അങ്ങ് സൈസ് ആയിപ്പോയി. സോ നിങ്ങൾ എടുക്കുന്നവർ കറക്റ്റ് നിങ്ങളുടെ മെഷർമെൻറ്റ് ചാർട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിനകത്ത് നിങ്ങളുടെ മെഷർമെൻറ്റ് എങ്ങനെയാണോ വരുന്നത് ആ മെഷർമെൻറ്റിൽ തന്നെ എടുക്കാം കേട്ടോ. സോ പിന്നെ അത്യാവശ്യം ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ ഇത്. സൂപ്പർ പ്രൊഡക്റ്റാണ്, ഐ ലവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് വൺ. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇതൊരു കോഡ് സെറ്റാണ്. ഇതൊരു റയോൺ മെറ്റീരിയലാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പ്, ദെൻ ഇത് ബോട്ടം. ഇത് നൈസായിട്ടൊന്ന് നിഴലടിക്കുന്ന ടൈപ്പാണ്. എന്നിരുന്നാൽ കൂടിയിട്ടും വലിയ ഡിസ്കംഫർട്ട് ഇല്ല. ഇടാനായിട്ട് നല്ല കംഫർട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിന് റേറ്റ് വരുന്നത് 400 ബിലോ ആണ്. 360 90 സംതിങ്, അങ്ങനെ 400 ബിലോ ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. റയോൺ മെറ്റീരിയലാണ്. നമുക്ക് ഈ ഷർട്ട് നമുക്ക് ജീൻസിൻ്റെ കൂടെയും വെയർ ചെയ്യാം കേട്ടോ. ഒരു ഡാർക്ക് ബ്ലൂ ജീൻസോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ജീൻസോ അതിൻ്റെ കൂട്ടത്തിലും നമുക്ക് ഈ ഒരു ഷർട്ടാണ് അത് നമുക്ക് വെയർ ചെയ്യാം കേട്ടോ. ഇതിന് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. അതായത് ഫ്രണ്ട് ഭാഗത്തിനെക്കാട്ടിലും ബാക്കിലോട്ട് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്. ഒരു മോഡൽ പോലെയാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ, ഇത് ഫുൾ സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഫുൾ സ്ലീവ് ആയിട്ട് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്, നമുക്ക് അതിലോട്ട് ടക്കിൻ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ നമുക്കൊരു 3/4 മോഡലായിട്ട് വരും കേട്ടോ. 3/4 ആണ് നമുക്കിതിൻ്റെ ഹാൻഡ്സ് വരുന്നത്. ഇത് കോളർ ടൈപ്പാണ്. ഓക്കെ, ഓപ്പൺ ആക്കി നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരു ഷിമ്മി മോഡൽ ഇങ്ങനെ എന്തെങ്കിലും വെയർ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ആയിട്ടും യൂസ് ചെയ്യാം. നല്ല കംഫർട്ട് മെറ്റീരിയലാണ്. റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല കംഫർട്ടാണ്. നമുക്ക് മണി വർത്ത് പ്രൊഡക്റ്റാണ്. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് രണ്ടും നല്ല സൂപ്പർ പ്രൊഡക്ട്സുകളാണ്. വാങ്ങിച്ചു നോക്കും, നല്ല പ്രൊഡക്റ്റാണ്. നമുക്ക് മണി വർത്ത് ആയിരിക്കും. സൂപ്പർ പ്രൊഡക്റ്റ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ ഒരു ഷർട്ടാണ്. ഇതും ഈ പറയുന്ന പോലെ സൈസ് നിങ്ങൾ കറക്റ്റ് സൈസിൽ തന്നെ എടുക്കുക. എനിക്കിത് സൈസ് ഇതും കൂടുതലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലാത്തവർ നോക്കിയെടുക്കുക. ഫ്ലിപ്കാർട്ട് ചലിക്കില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് സൈസിലെടുക്കുക. ഇത് മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പാണ്. കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. നമുക്ക് 3/4 ആണ് സ്ലീവ് വരുന്നത്. കോളർ ടൈപ്പാണ്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്പൺ അപ്പ് ആക്കിയിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഷർട്ടാണ്. ഇതിൻ്റെയും കളേഴ്സ് അവൈലബിൾ ആണ്. ഒരു ലൈറ്റ് ലാവൻഡർ കളർ, അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡ്, പിന്നെ ഈ ഗ്രീൻ കളർ. ഈ 3 ഷെയ്ഡാണ് ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പ്രൈസും കാര്യങ്ങളെല്ലാം വരുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാം, അതുപോലെ മിഡിയുടെ കൂടെയും വെയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഷർട്ടാണ്. ഷോർട്ട് ഷർട്ടാണ് കേട്ടോ. അതായത് ഒരുപാട് വലിയ ലെങ്ത്ത് ഒന്നും ഉണ്ടാവില്ല, ഷോർട്ട് സൈസാണ്. ഇതിനും ഈ പറയുന്ന പോലെ ഒരു 250-300 ബിലോ റേഞ്ച് വരുന്ന ഒരു ഷർട്ടാണ്. ഇതിൻ്റെ പോലെ തന്നെ ഒരു കളർ ചേഞ്ച് എന്ന് പറയാം. പക്ഷേ കളർ ചേഞ്ച് എന്നല്ല, ഇതിൻ്റെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഇത് ക്രേപ്പ് അല്ല, ഒരു സെമി ബ്ലെൻഡഡ് കോട്ടൺ ടൈപ്പ് ഓഫ് ഷർട്ടാണ്. ഞാൻ ഒരുപാട് വെയർ ചെയ്തിരിക്കുന്ന ഷർട്ടാണ്. ഇതും ഈ പറയുന്ന കണക്ക് 3/4 ആണ് നമുക്ക് ഇതിൻ്റെ ഹാൻഡ്സ് വരുന്നത്. കോളർ ടൈപ്പാണ്. ഇത് അതിനേക്കാട്ടിലും കുറച്ചും കൂടി നല്ല മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഞാൻ നേരത്തെ കാണിച്ച ഈ ഗ്രീനിനെക്കാട്ടിലും കുറച്ചും കൂടി കംഫർട്ട് മെറ്റീരിയലും കാര്യങ്ങളുമാണ് കേട്ടോ. ഇത് ഈ ബ്ലൂ വരുന്നത്. ഈ ബ്ലൂ ഞാൻ ഒരുപാട് യൂസ് ചെയ്തതാണ്. എൻ്റെ പണ്ടത്തെ ഒരു ടോപ്പാണ്. അപ്പോൾ ഞാനിത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടുവന്നാൽ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സൂപ്പർ പ്രൊഡക്റ്റാണ്. നമുക്ക് അങ്ങനെ ഇതിൻ്റെ നൂല് പൊന്ത് വിട്ടു പോരോ അങ്ങനത്തെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറേ നാളെ യൂസ് ചെയ്യുന്ന ഒരു ഷർട്ടാണ് കേട്ടോ. ഇത് നമുക്ക് പറയുന്ന പോലെ ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മീഡിയുടെ കൂടെയോ ഒക്കെ വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ഷർട്ടാണ്. ഇതും ഷോർട്ട് തന്നെയാണ് കേട്ടോ. ഷോർട്ട് ടൈപ്പ് തന്നെയാണ്. ഇതെല്ലാം ഇട്ടിട്ടുള്ള വീഡിയോ, ഫോട്ടോ കാര്യങ്ങൾ ഞാനിവിടെ ഇപ്പുറത്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വെയർ ചെയ്യാനായിട്ട് തോന്നുന്നത്, എന്തെങ്കിലും മോഡലി വെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തേക്കാം കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ.
ഇത് ഒരു ക്രേപ്പ് ജോർജറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു എ ലൈൻ കുർത്തിയാണ്. നമുക്കിതൊരു ഓവർകോട്ട് പോലെയാണ്, പക്ഷേ ഇത് ഇതിനകത്ത് സ്റ്റിച്ചഡ് ആണ്. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ 2 കളേഴ്സാണ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ കളറും പിന്നത്തേത് ഒരു പിസ്ത ഗ്രീൻ ഇല്ലേ, ആ ഒരു കളറാണ് വരുന്നത്. 3/4 ആണ് അതിൻ്റെ ഹാൻഡ്സ് സ്ലീവ് വരുന്നത്. ട്രാൻസ്പെറൻ്റ് ആണ്, അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഹാൻഡ്സ് ആണ്, സ്ലീവാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഇത് ഈ പറയുന്ന കണക്ക് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് സൈസ് അല്ല, നമ്മളൊരു സൈസ് കൂട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതിനകത്ത് റൗണ്ട് ആണ്, നമുക്കിതിനെ നെക്ക് ഇത് വരുന്നത് റൗണ്ട് ടൈപ്പാണ്. ഇതിനകത്തേക്ക് നമുക്ക് പ്രിന്റഡ് ആയിട്ടും അതുപോലെ ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. പ്ലെയിൻ ആണ്. ഇതിനകത്ത് നമുക്ക് ക്രേപ്പാണ് അവർ വേറെ ലൈനിങ് വെച്ചേക്കുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് ക്രേപ്പാണ് കേട്ടോ. വെയർ ചെയ്യാനായിട്ട് കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് ഇതും. അധികം റേഞ്ച് വരുന്നില്ല, ഒരു 300 or 350 ആ ഒരു റേഞ്ചാണ് വരുന്നത്. 2 കളേഴ്സാണ് ഞാൻ പറഞ്ഞ പോലെ അവൈലബിൾ ആയിട്ടുള്ളത്. കംഫർട്ടാണ്, വെയർ ചെയ്യാനായിട്ട് കംഫർട്ടാണ്. ഡെയിലി ഇപ്പോൾ കോളേജ് വെയർ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു നോർമൽ റേഞ്ച് പ്രൊഡക്റ്റാണ്. വെയർ ചെയ്യാനായിട്ട് കംഫർട്ടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിനുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാം തന്നെ. ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിലായിട്ട് പിൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തേക്കാം. നല്ല പ്രൊഡക്ട്സ് തന്നെയാണ്, ഹോണസ്റ്റ് റിവ്യൂ ആണ് എൻ്റേത്. സോ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കുക. ഞാൻ ആദ്യം കാണിച്ച 2 സെറ്റ് ഡ്രസ്സസ് മസ്റ്റ് ബൈ ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചൊന്ന് നോക്കൂ. ആവശ്യമുള്ളവർ വാങ്ങിച്ചോക്കെ, എല്ലാവരും നല്ല ആവശ്യമുള്ളവരൊന്ന് വാങ്ങിച്ച് നോക്കൂ. വാങ്ങിച്ച് നോക്കിയിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വാങ്ങിച്ച് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല എന്തായാലും ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ എന്തായാലും. സോ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.